നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താ സാർ? അല്ല, അപ്പോ ഇവിടെ ഇരുട്ടാവില്ലേ? എന്താ സാർ? ഒന്നുമില്ല. ഈശ്വര, ഇരുട്ടാവുമ്പോ ഞാൻ എന്ത് ചെയ്യും? അഷ്റഫിനെ കൂട്ടി നിർത്തിയാലോ? അത് വേണ്ട. എന്താ സാർ? സാറാകെ പേടിച്ചതുപോലെ. നിങ്ങൾ ഇത് എന്ത് ഹോട്ടലാണോ? ഈ രാജ്യത്ത് പവർ ഫെയിലർ വരാന്ന് വെച്ചാ എന്താ ഇത്? ഞാൻ കംപ്ലൈന്റ് ചെയ്യും. സാർ, ഇതൊക്കെ അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കുന്നതല്ലേ? സാറിനെ പോലുള്ളവര് ഇതൊക്കെ മനസ്സിലാക്കിയ ഞങ്ങൾക്ക് വളരെ സന്തോഷം. അഷ്റഫേ. എന്താ സാർ? അല്ല, ഒരു കാര്യം കൂടി. ഇപ്പോ അഷ്റഫ് ഈ ഇരുട്ടില് അല്ലെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് പേടി എന്തെങ്കിലും വന്നാലേ അഷ്റഫ് സാധാരണ എന്താ ചെയ്യാ? പേടി വന്നാ എന്ത് ചെയ്യുന്നോ? അതെ. ഈ ഞാനൊരു തമാശക്ക് ചോദിച്ചാണ്. ഈ കുഞ്ഞുനാളില് ഇരുട്ടിനെയൊക്കെ പേടിക്കില്ലേ? അതുപോലെയൊക്കെ പേടി വരുമ്പോ അഷ്റഫ് എന്താ ചെയ്യുന്നത്? അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ആളുടെ പേര് ഇങ്ങനെ മന്ത്രിച്ചുകൊണ്ടിരിക്കും. ചിലപ്പോ ബാപ്പയുടെ, ഉമ്മയുടെ, ഇക്കമാരുടെ, അള്ളാഹുവിന്റെ, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ എന്റെ പേടി അങ്ങ് പോകും. എന്നാ ഞാൻ പൊക്കോട്ടെ സാർ. ശരി. ഈശ്വര, കറണ്ട് പോകുമ്പോ എനിക്ക് എന്താ സംഭവിക്കാൻ പോകുന്നത്? എന്റെ അവസാനം ഈ നാട്ടിൽ ഈ ഹോട്ടൽ മുറിയിലായിരിക്കും. ആരെങ്കിലും സഹായത്തിനൊന്ന് വിളിക്കണോ? വേണ്ട. എന്റെ പേടി മാറി എന്നൊക്കെ തോന്നിയത് സത്യം തന്നെ ആയിരിക്കും. ആയിരിക്കോ? ശ്യാമേ, ശ്യാമ, ശ്യാമ, ശ്യാമ. അഖിൽ സർ. ശ്യാമേ, ശ്യാമേ. ദാ കണ്ടില്ലേ, സാറിന്റെ പേടി മാറിയിരിക്കുന്നു. ശ്യാമേ, സാർ അന്യനാട്ടിലാ, ഇരുട്ടിലാ, പക്ഷേ സാറിന്റെ പേടി മാറി. അത് നിന്റെ പേര് വിളിച്ചതുകൊണ്ടാ. നിന്റെ കൃഷ്ണന്റെ ശക്തി കൊണ്ടാ. എനിക്കിപ്പോ ആരെ കൂട്ടു വിളിക്കാനൊന്നും തോന്നില്ല. നിന്റെ പേര് പറഞ്ഞാൽ മാത്രം മതി. കൃഷ്ണ, നിന്റെ കൃഷ്ണൻ എന്റെ റൂമിൽ തന്നെയുണ്ട്, എന്റെ അടുത്ത് തന്നെയുണ്ട്. ശ്യാമേ, ലൈ. ശ്യാമ എവിടെ? ശ്യാമ, കൃഷ്ണന്റെ അടുത്ത് നല്ലേ വെളിച്ചം വന്നത്? അപ്പോ ഇന്ന് ഇരുട്ടിനോടുള്ള പേടി മാറിയോ? എന്റെ പേടി മാറി ഇരുട്ടിനോടുള്ള. ഭഗവാനെ, കൃഷ്ണ, കൃഷ്ണ. ഞാൻ ആദ്യം ചൂടായത് സ്നേഹം കൊണ്ടല്ലേടോ. ഒരേ കട്ടിലിൽ കിടക്കുന്നത് മാത്രമാണോ സ്നേഹം? ശ്രീകൃഷ്ണനോട് ചോദിച്ചാലേ ശ്രീകൃഷ്ണൻ പറയും തന്റെ സ്നേഹമാണ് യഥാർത്ഥ സ്നേഹമെന്ന്. ഈ സമ്മാനങ്ങളെല്ലാം നിനക്ക്. ഞാൻ ഇതെല്ലാം തനിക്ക് കൊണ്ടുവന്ന് തരും. ആ
ദേ, ഞാൻ ദേഷ്യം കാണിച്ചതും സ്നേഹം കൊണ്ട് തന്നെയാ. താൻ പൂജ കഴിഞ്ഞ് വേഗം വരുമല്ലോ അല്ലേ? അയ്യോ, ദേഷ്യത്തോടെ അല്ല, സ്നേഹത്തോടെയാ ചോദിക്കുന്ന. എടോ, താനിപ്പോ എവിടെയാ? ശോ, ഞാൻ എന്തൊരു മണ്ടനാടോ. ദേ, ഇവിടെ എന്റെ മനസ്സിലും ഹൃദയത്തിലും ഒക്കെ താൻ ഉള്ളപ്പോഴാ ഞാൻ ചോദിക്കുന്നത് താൻ എവിടെയാന്ന്. എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ നാളെ എയർപോർട്ടിലേക്ക് തിരിക്കും മുമ്പ് താൻ പൂജ കഴിഞ്ഞ് അവിടെ എത്തിയിരിക്കുന്ന. ദേ, അപ്പോഴേക്ക് എത്തിയില്ലെങ്കിലുണ്ടല്ലോ, അഖിൽ സാറിന്റെ സ്വഭാവം മാറും, പറഞ്ഞേക്കാം. ശ്യാമേ, ഐ ലവ് യു. എന്താ അമ്മ ഇത്? ശരീരം അധികം അനക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞതല്ലേ? പൊടിയും മണ്ണയും കൊണ്ട് ആകെ നാശമായിരിക്കാം മോനെ. കുഴപ്പമില്ല, ഞാൻ ചെയ്തോളാം. നീ വേഗം ഓഫീസിൽ പോകാൻ നോക്ക്. ജയന്തി, എടി ജയന്തി, ഒന്നേ വന്നേ. എന്താ നീ ഇത് കണ്ടില്ലേ? ആഹാ, കണ്ടല്ലോ. ഇത് അമ്മയല്ലേ? അമ്മയുടെ കയ്യില് ചൂല്. ഇത് ദിവസവും കാണുന്നല്ലേ. ഇതിനെന്താ പ്രത്യേകത അരവിന്ദേട്ടാ? ജയന്തി, എന്തിന് ഏതിന് ഇതുപോലുള്ള തർക്കുത്തരം പറയുന്ന നീ ഒന്ന് നിർത്ത്. അന്ന് ശ്യാമയെ അന്വേഷിച്ച് പോയി വന്നത് മുതൽ അമ്മയുടെ ആരോഗ്യം ക്ഷീണിച്ചുകൊണ്ടിരിക്കുക. ആയാസമുള്ള ജോലികളൊന്നും പാടില്ലെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നീ ഒന്ന് സഹായിക്ക് ജയന്തി. അത് അടിപൊളിയാണല്ലോ. ആരോ പണ്ട് പറയുമായിരുന്നല്ലോ, ചിരിയുമായി നടന്ന വീമ്പ്, ചിരിച്ചിട്ട് നടന്ന പ്രാന്ത്. ഞാൻ ജോലി എന്തെങ്കിലും ചെയ്താലേ ചെയ്യുന്നത് വൃത്തിയില്ല, ചെയ്യുന്നത് ആത്മാർത്ഥതയോടെ അല്ല, അങ്ങനെ എന്തെല്ലാം കുറ്റങ്ങളായിരുന്നു. എന്നാ പിന്നെ ഒന്നും ചെയ്യാതിരിക്കാന്ന് വെച്ചാലോ? ഇപ്പൊ ഇങ്ങനെ അതിങ്ങ് തന്നെ അമ്മേ, ചൂലിന് തന്നെ. ഇനിയിപ്പോ ഞാൻ ചൂലരിക്കാത്തത് കൊണ്ട് അരിയുടെയും പച്ചക്കറിയുടെയും ഒക്കെ വിലയൊന്നും കൂടണ്ട. വേണ്ട മോളെ, ഞാൻ ചെയ്തോളാം. അമ്മയും മോനും കൂടി ഒരു തീരുമാനത്തിലെത്ത്. ഞാൻ ചെയ്യണോ വേണ്ടയോന്ന്. വേണ്ടെന്ന് പറഞ്ഞില്ലേ? കേട്ടല്ലോ, വേണ്ടാന്ന്. എന്റെ അരവിന്ദേട്ടാ, ഈ പ്രായമായി കഴിയുമ്പോ ചിലരുടെയൊക്കെ രീതികൾ ഇങ്ങനെയാ. ആൺമക്കളെ കൊണ്ട് മരുമക്കളെ ചീത്ത പറയിപ്പിക്കണം. അതിന് അമ്മായിയമ്മമാര് എന്തെങ്കിലും ഉടായ്പ നമ്പറുകൾ കണ്ടുപിടിക്കും. അതിലൊന്നാ ഇത്. മരുമോള് വീട്ടിൽ ഒന്നും ചെയ്യുന്നില്ല എന്ന് വരുത്തി തീർക്കാനുള്ള അടവ്. അവിടെ ആനന്ദ നിലയത്തില് സ്വന്തം മോള് ജോലി ചെയ്യുമ്പോഴാ വിഷമം. ഇവിടെ മരുമോളും ജോലി ചെയ്തിട്ടില്ലെങ്കിലാ കലിപ്പ്. അരവിന്ദ, നീ വർത്താനം പറഞ്ഞു നിൽക്കാതെ ചെല്ല്. ഞാൻ ഈ ജോലി ഒന്ന് തീർക്കട്ടെ. ശരി അമ്മേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.